മണിച്ചിത്രത്താഴ സിനിമയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരു ഇമേജ് ഉണ്ടല്ലേ, ഹിൽ പാലസിൻ്റെ. സോ ആ ഒരു ഹിൽ പാലസ് വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണകേന്ദ്രവുമായ ഈ കൊട്ടാരം ഇന്ന് അറിയപ്പെടുന്നത് ഒരു മ്യൂസിയമായിട്ടാണ്. 54 ഏക്കറിൽ 1865 തൃപ്പൂണിത്തറയിൽ ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിനു കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായ ഹിൽ പാലസ് 1986 ഒരു മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അതുകൊണ്ട് തന്നെ കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന പല ബോർഡുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും പാത്രങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷെ നേരിട്ട് വന്ന് കാണാൻ സാധിക്കും. ഇത് പണ്ടത്തെ മോഡൽ കറങ്ങുന്ന ചെയറാണ് കേട്ടോ. പണ്ട് കാലത്തെ വാഹനമായിട്ടുള്ള രഥം അഥവാ തേരാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത്. മണിച്ചിത്രത്താഴ് സിനിമയിൽ എല്ലാവർക്കും പരിചിതമായ ഒരു സ്പോട്ടാണ് ഇത് ഈ കാണുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കുളക്കടവിലേക്ക് പോകുന്ന വഴിയാണ്. ഈ കാണുന്നതാണ് കുളം. അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഇല്ല, അത് ഫുള്ളി ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റിലൂടെയുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുളത്തിൻ്റെ ടോപ്പ് പോർഷൻ കാണാൻ പറ്റും. ഇതൊക്കെ പണ്ട് കാലത്തെ ശുചിമുറികളാണെന്ന് തോന്നുന്നു. പാലസിന്റെ പുറത്താണെങ്കിൽ ഇതുപോലെ നല്ല ഗാർഡനും വാക്ക് വേയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാലസിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഇതുപോലെ മാനിനെ വളർത്തുന്ന ഒരു ഏരിയ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് ഇതുപോലെ ഒരുപാട് മാനിനെയൊക്കെ കാണാൻ പറ്റും. പാലസിന്റെ മറ്റൊരു സൈഡിലാകട്ടെ ഇതുപോലെ ഒരു ജൈജാന്റിക് ഡൈനോസറിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാലസിൽ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. അതുപോലെ ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.